ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ മേക്കപ്പ് തന്നില്ല, സാധാരണ ഒരു ലുക്കിലാണ് പോകുന്നത്. വലിയ ലുക്കില്ലാത്തതുകൊണ്ട് പിന്നെ അധികം കലാവിരുദ്ധകൾക്കൊന്നും ഞാൻ നിന്നിട്ടുമില്ല. ഞാനെൻ്റെ വലിയ മോനും കൂടി മുന്നിൽ നടന്ന് സ്പീഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഷൈജേട്ടനും ചെറുതും സാവകാശത്തിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും മോനും എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ നിന്നതിന് ശേഷം കേട്ടോ പിന്നെ നടന്നു പോകുന്നത്. അപ്പോൾ കുറച്ച് നടന്നു പോകാനൊക്കെ ഉണ്ട്, വണ്ടിക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ വിളിച്ചാൽ നമുക്ക് വണ്ടി കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നൊരു സമയത്ത് അമ്പലത്തിൽ നട അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അമ്പലത്തിൽ കുറച്ചേരൊക്കെ ഇരുന്ന് അപ്പോൾ അവിടുത്തെ നമ്പൂതിരി ഞങ്ങൾക്ക് കുറച്ച് പായസമൊക്കെ തന്നു കേട്ടോ. ആ പായസമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഈ ഒരു മരത്തിന് ചോട്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട് തന്നെ. പിന്നെ അമ്പലത്തിൽ വരാനായിട്ടുള്ളൊരു കാരണം, പ്രസവ സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. അപ്പോൾ ആ ICUവിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേർച്ചയായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് കൊടുത്തത്, ഒരുപാട് നേരം വൈകിയിരുന്നു കൊടുക്കാനായിട്ട്. അവിടെ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ചായയുടെ കാര്യങ്ങൾ അത്യാവശ്യം കുറഞ്ഞ പണിയൊക്കെ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അമ്മയ്ക്ക് പനിയായതുകൊണ്ടും അച്ഛനും പനിയായതുകൊണ്ടും പോകാൻ പറ്റിയില്ല, ഇനി കുട്ടികൾക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും ഈ ഒരു ഞായറാഴ്ച എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലോട്ടേക്കാണ് പോന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കാശിക്ക്. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ കളിക്കാൻ ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ വന്ന സമയം തന്നെ ഉച്ച 1 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചി വേഗം ഞങ്ങൾക്ക് മന്തിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ചോറ് വിളമ്പി തന്നിട്ടോ. ഞാൻ ആ ഒരു സമയം കൊണ്ട് ചേച്ചിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരം, പിന്നെ കുട്ടികളെ കളിയും ചിരിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പോരാനായിട്ട് നിന്നൊരു 5 മണിയൊക്കെ ആയിരുന്നു അവിടുന്ന് പോരുമ്പോൾ തന്നെ. പിന്നെ രണ്ടാമത് റേജിന് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ. പോകാൻ നേരം മാറ്റിയപ്പോഴാണ് ഇവരെ കളി കുറച്ചും കൂടി സ്ട്രോങ് ആയത്. കാശിക്ക് തീരെ പോരാ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാ, നമുക്ക് നാളെ ഇനി ക്ലാസ്സിലൊക്കെ പോകാമല്ലേ, അങ്ങനെയൊക്കെ കൂട്ടി പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ടാറ്റാ, ബൈ, സീ യു.